അങ്ങനെ കാത്തുകാത്തിരുന്ന 27-ാം രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. നാളെ നമ്മുടെ നാട്ടിൽ 27-ാം രാവാണെങ്കിൽ ഗൾഫിൽ ഇന്ന് 27-ാം രാവാണ്. ഞാൻ നിങ്ങൾക്ക് ഒരത്ഭുത മന്ത്രം പഠിപ്പിച്ചു തരട്ടെ. ഇത് ഒരുപാടൊന്നും നിങ്ങൾ ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് കൽബിൽ ഉറപ്പിച്ചാൽ മതി. കൽബിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നങ്ങനെ ചെയ്താൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളിൽ നിങ്ങളങ്ങനെ ചെയ്താൽ 1 മാസം ഉറപ്പിച്ചോ, നിങ്ങൾക്ക് അല്ലാഹു സമ്പന്നത തരും. ദരിദ്രർ എന്ന പട്ടികയിൽ നിന്ന് നിങ്ങൾ ഉയരും, നിങ്ങൾ സമ്പന്നരാകും. ഉറപ്പാണ്, വെറുതെ പറയല്ല. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഈ വിഷയം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് ബോധ്യപ്പെടും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമുക്ക് ഉൾപ്പെടണം. ഒരുപാട് ദിക്റുകളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഉസ്താദന്മാരുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. കുറേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാണണ്ടെന്നല്ല, എല്ലാം കാണണം, നല്ല തന്നെ. ആ ഇൽമുകളൊക്കെ പഠിക്കണം. പക്ഷേ നമ്മൾ പറയുന്ന ബോധ്യമില്ലാതെ ഒരു ദിക്റും അള്ളാഹ്ക്ക് വേണ്ട. ആ ദിക്ർ കൊണ്ട് നിങ്ങൾ നേടുന്നത് അപകടങ്ങളായിരിക്കും. വെറുതെ കുറെ ഇങ്ങനെ കാണാതെ ചൊല്ലുക, ഒന്നും നേടാനില്ല, നിങ്ങൾക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. പക്ഷേ സമാധാനം കിട്ടണമെങ്കിൽ അത്ഭുതം നിറഞ്ഞ ഒരു മന്ത്രം നിങ്ങളുടെ കൽബിലേക്ക് കയറണം. ഉറപ്പിച്ചോ, 1 മാസത്തിനുള്ളിൽ നിങ്ങൾ സമ്പന്നരാകും. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഗൾഫിൽ ഇന്ന് 27-ാം രാവാണ്, നമുക്ക് 26-ാം രാവാണ്, നാളെ നമുക്ക് 27-ാം രാവാണ്. അൽഹംദുലില്ലാഹ്, ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ള പരിശുദ്ധമായൊരു രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരുങ്ങണ്ടേ? മനസ്സറിഞ്ഞൊരുങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ദിക്റുകളൊന്നും പഠിപ്പിക്കണില്ല. കാരണം ഒരുപാട് ദിക്റുകൾ വെറുതെ കുത്തിയിരുന്ന് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. ഈ ബോധ്യം കൽബിലില്ലാതെ ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു മന്ത്രമാണ് പഠിപ്പിച്ചു തരുന്നത്, ഒരൊറ്റ മന്ത്രം. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമ്മൾ പറയും. ആ ഒരു മന്ത്രം അത് കൽബിലേക്കൊന്ന് കയറ്റി വെച്ചിട്ട് ഒരു മനോഹരമായ ഒരൊറ്റ ദിക്റുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു എല്ലാം തരും, നിങ്ങൾക്ക് സമ്പന്നത തരും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. 1 മാസം ഈ സംഗതി നിങ്ങളൊന്ന് പതിവാക്കൂ, നിങ്ങൾ 1 മാസത്തിൽ സമ്പന്നരാകും. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റിയിട്ട് അള്ളാഹു അത് സ്വീകരിച്ചാൽ ഉറപ്പാണ് നിങ്ങളാണ് സമ്പന്നർ. ഉറപ്പാണ്, വെറുതെ പറയല്ല. ഏതായാലും ആ മന്ത്രം ഏതാണെന്നൊന്ന് നമുക്ക് പഠിക്കണം. പഠിക്കാൻ തയ്യാറല്ലേ നിങ്ങൾ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ന് 27-ാം രാവ് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളും ഇത് കൽബിലേക്കൊന്ന് കയറ്റിക്കോട്ടോ. നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുത്തിയാൽ പോയി. മനസ്സറിഞ്ഞ് കേട്ട് പഠിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ റബ്ബ് എന്ത് വിധിച്ചാലും ഞാൻ എന്ത് ചെയ്യണം? അതായത് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ റബ്ബ് വിധിക്കുന്നതിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അല്ലെ, നമ്മളൊന്ന് ഉദാഹരണം പറഞ്ഞു. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ കെട്ടിയോൻ്റെ സാമ്പത്തിക പരാധീനതയിലും അവള് ഹാപ്പി ആയിരിക്കും. സ്നേഹമില്ലെങ്കിലോ? കെട്ടിക്കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയതാണ്, എന്നു മുതൽ ഞാൻ അനുഭവിക്കണതാണ് ഈ ഇടങ്ങേറ്. മനുഷ്യന് ഇച്ചിരി നല്ല വെള്ളം കുടിക്കാൻ പറ്റുമോ? പരാതി. ഈ പരാതി എവിടെ നിന്നാണ് വന്നത്? സ്നേഹമില്ലായ്മയിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളവളാണെങ്കിലോ? എൻ്റെ കാക്ക കഷ്ടപ്പെടുന്നുണ്ട്, പാവം, പടച്ചോൻ കൊടുക്കാനിട്ടല്ലേ. ഉണ്ടാകുന്നൊരു ദിവസം വരും, ഒരു പ്രയാസത്തിനപ്പുറം എന്തുണ്ട്? ഒരു എളുപ്പമുണ്ട്. എൻ്റെ കാക്കല്ല കൊടുക്കും. ആ ബോധ്യത്തിൽ നിൽക്കണ കെട്ടിയോളാണെങ്കിൽ ലൈഫ് അടിപൊളിയല്ലേ? ഇത് നമ്മൾ നേരെ പടച്ചോനെ വെച്ച് കൊടുത്തു നോക്കിയേ. എൻ്റെ റബ്ബ് ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തരും. എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണവൻ, എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എനിക്ക് സന്തോഷം തരും, ചിലപ്പോൾ രോഗം തരും, ചിലപ്പോൾ ആരോഗ്യം തരും. ഇതൊക്കെ മാറി തരുമ്പോഴും അൽഹംദുലില്ലാ, ഇതൊക്കെ തന്നത് നീയാണെന്ന് എനിക്കറിയാം പടച്ചോനെ, ഐ എം ഹാപ്പി, അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് യഥാർത്ഥ മുഹബ്ബത്തുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി വിട്, ഖുർആനും ഹദീസൊക്കെ മാറ്റി വെച്ചിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അള്ളാന്റെ വിധിയെ ഒരാൾ കുറ്റപ്പെടുത്തിയാൽ ആ വിധി മാറുമോ? നിങ്ങൾ പറഞ്ഞേ. ഒരാൾക്ക് ക്യാൻസർ രോഗം വന്നു. അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരാൾക്ക് ക്യാൻസർ വന്നു. അയാൾ അവിടെ കിടന്ന് പടച്ചോനെ നീ എന്നെ ക്യാൻസർ വരുത്തിയില്ലേ, നീ എന്നെ അങ്ങനെ ആക്കിയില്ലെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ക്യാൻസർ മാറുമോ? ഒച്ചപ്പാടുണ്ടാക്കിയതുകൊണ്ട് ക്യാൻസർ മാറുമോ? പൊട്ടിക്കരഞ്ഞ് ആർത്തട്ടഹസിച്ചതുകൊണ്ട് ക്യാൻസർ മാറുമോ? പിന്നെ ഇപ്പം എന്തിനവൻ കരഞ്ഞത്?
ആ നേരം കൊണ്ട് അവൻ ക്ഷമിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ അവൻ ആരുടെ കുട്ടിയായി? അവൻ ആരുടെ അടിമയായി? അത് ചെയ്താൽ പോരെ? മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മല്ലം യർദാ ബിൽ ഖളാഅ ഫലൈസ ലിഹംഖിഹി ദവാ. അള്ളാന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്തവൻ വിഡ്ഢിയാണ്, അവൻ ഈ ലോകത്ത് മരുന്നില്ല. ആ വിഡ്ഢിത്തം മാറ്റാനായിട്ട് എന്തില്ല? ഒരു മരുന്നുമില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എന്ത് വിധിച്ചാലും എന്ത് ചെയ്യണം നമ്മള്? അതിനാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണത്, അല്ലേ? നമ്മളെക്കാൾ അറിയുന്നവൻ ആരാ? ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിനേക്കാൾ അറിയുന്നവൾ ആരാ? കുഞ്ഞിന്റെ ഉമ്മ അല്ലേ? ഉമ്മല്ലേ? എന്നതുപോലെ നമ്മളെക്കാൾ അറിയുന്ന റബ്ബ്, ആ പടച്ചോൻ പറയാൻ, ഞാൻ എന്ത് വിധിച്ചാലും നീ തൃപ്തനായി നിന്നോ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ ഹാപ്പിനെസ് ഉണ്ടാവും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന വിധിയിൽ തൃപ്തിപ്പെടാത്തവനാണെങ്കിലോ അവന്റെ ലൈഫ് കോഞ്ഞാട്ടയാണ്, അവന് ഒരു സന്തോഷം ഉണ്ടാവില്ല. എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവന്. നമ്മുടെ തമിഴ്നാട്ടുകാരൻ കൂടെയായ മഹാനായ ഉമറുൽ ഖാഹിരി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കായൽ പട്ടണത്തുള്ള ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫ് എന്ന് പറയുന്നിട്ട് ഒരു ബൈത്തുണ്ട്. വലിയ മഹാനാണ്, ഒരുപാട് കിതാബുകളൊക്കെ രചിച്ചിട്ടുള്ളവർ. അവരുടെ അല്ലഫൽ അലിഫ് ബൈത്തിൽ ഇങ്ങനെ കാണാം, ضاق عيش من بعدم فقر للإفضال ضال لا إله إلا الله لا إله إلا الله. അദ്ദേഹം പറയാണ്, ചില മനുഷ്യന്മാരുണ്ടടാ അള്ളാന്റെ വിധിയിൽ സന്തോഷിക്കാതെ അവരെന്ത് ചെയ്യും? അവരല്ലാ, എന്തിനാണ് പടച്ചോനെ നീ ഇങ്ങനെ ചെയ്തത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരില്ലേ, അവര് എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും എത്ര വലിയ പൊസിഷനിലുള്ളവരാണെങ്കിലും അവർക്ക് സമാധാനം ഉണ്ടാവൂല. കാരണം അവൻ ആരെ തൃപ്തിപ്പെട്ടിട്ടില്ല? അള്ളാനെ തൃപ്തിപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ അന്നൊരു ഉദാഹരണം, ഒരു ഹദീസ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു തൊഴിലിനിറങ്ങി, അവനൊരു കാര്യം ഉറപ്പിച്ചു. നേരം വെളുത്തപ്പോഴത്തേക്ക് ആ കാര്യം അള്ളാഹ് എന്ത് ചെയ്തു? ക്യാൻസലാക്കി കളഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മളിപ്പോ രാത്രി ഈ നേരമായപ്പോഴത്തേക്കും ഒരു കച്ചവടം വന്നു, എടാ ഇതെന്നെ വിളിക്കണം, ഷാഫി ഒരു സ്ഥലമുണ്ട്, നല്ല കണ്ണായ സ്ഥലമാണ്, വേഗം നീ ടോക്കൺ കൊടുത്തിട്ട് സംഗതി കയ്യിലേക്കാക്കി കഴിഞ്ഞാൽ ഒരു 3 ഇരട്ടിക്ക് വിൽക്കാം, ലക്ഷങ്ങൾ കയ്യിലിരിക്കും. സംഗതിയില്ലേ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാവൂല്ലേ? സന്തോഷാവും. ഞാൻ വേഗം എൻ്റെ പാർട്ണറായ വഹബി ഉസ്താദിനെ വിളിക്കാൻ, വഹബിയെ അല്ല കിടിലൻ സ്ഥലമൊന്നും വന്നിട്ടുണ്ട്, നമുക്കിവിടെ എറിഞ്ഞാലോ? ഓ വഹബിയും തയ്യാറാണ്. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അങ്ങനെ കിടന്നുറങ്ങി നേരം വിളിച്ച് ഞാനിവിടെ ഇങ്ങനെ സുബീക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോണ്ട്, വഹബി ഉസ്താദെ നമ്മൾ സംഗതി സെറ്റാക്കല്ലേ? അല്ല ഞാൻ നിങ്ങൾ എന്തോരം വിളിച്ചു ഷാഫി ഉസ്താദെ, എന്തോരം വിളിച്ചു അത്തി ഉസ്താദെ, ഞാൻ നിങ്ങൾ ഫോൺ എടുക്കാത്ത എന്താ? ആ കച്ചവടം ഇന്നലെ രാത്രി തന്നെ പൊട്ടിപ്പോയി. ആരാ പറയണ എന്നോട്? വഹബി ഉസ്താദ് പറയാം, ഇന്നലെ രാത്രി തന്നെ പൊട്ടി. ആര് പൊട്ടിച്ചു? അത് അള്ളാഹ് ഓളാക്കി അല്ലേ? അള്ളാഹ് നേർത്ത് കളഞ്ഞു. സംഗതി ആ സമയത്ത് എൻ്റെ മനസ്സെന്താ വരിക? നല്ല ലാഭം കിട്ടണ സംഗതിയായിരുന്നു. പടച്ചോൻ എന്ത് പണിയാണല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, അള്ളാഹ് അവനെ കുടുക്കിയതല്ല, അള്ളാഹ് അവനെ സ്നേഹിച്ചതാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തേ കാരണം? ആ സ്ഥലം വാങ്ങിയാൽ ചിലപ്പോ അവന് പിന്നീട് ഒരിക്കലും വിൽക്കാൻ പറ്റാത്തവണ്ണം അവിടെ പെട്ടുപോയേക്കാം. ദുന്യവിയായ കാരണം ഉണ്ടാകാം, അല്ല ഉഹ്റവിയായ കാരണം ഉണ്ടാവും. എന്താ? ചിലപ്പോൾ അത് വിറ്റ് കഴിഞ്ഞിട്ട് കോടികളിൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എന്റെയും വഹബി ഉസ്താദിന്റെ ഒക്കെ മനസ്സിൽ ഇച്ചിരി അഹങ്കാരം കയറിയാലോ? അഹങ്കാരം കയറുന്നോ പിന്നെ എൻ്റെ അടിമയാണോ? അവൻ അഹങ്കാരത്തിന്റെ അടിമയാണ്. ഇവൻ എൻ്റെ അടിമയായി എൻ്റെ കുട്ടിയായിട്ട് നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. ആരാ പറയണേ? അള്ളാഹ്. ആ കച്ചവടം അങ്ങ് പൊട്ടിച്ചോളും. ഇവിടെ അള്ളാഹിനെ തിരിച്ചറിയുന്നവൻ എന്ത് പറയണം? അൽഹംദുലില്ലാ പടച്ചോനെ, അൽഹംദുലില്ലാ. അങ്ങനെ എത്ര പേര് പെട്ടിട്ടുണ്ട്? വീട്ടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കും, തികയാണ്ട് പെങ്ങടെ സ്വർണ്ണം എടുക്കും, കെട്ടിച്ചു വിട്ടതെടുക്കും, മറ്റതും മറിച്ചതൊക്കെ എടുക്കും, ലാസ്റ്റ് വിറ്റുപോണില്ല, കടം കയറി, ബാങ്കുകാരും ഒന്ന് കൊണ്ടുപോയി, എല്ലാം കഴിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു ഇരുത്തുണ്ട് അല്ലേ? അങ്ങനെ പെട്ടുപോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പൊ അള്ളാഹു എന്ത് വിധിക്കുന്നോ ആ വിധിയിൽ സന്തോഷിച്ചാൽ നീ ദുനിയാവിലും നാളെ പരലോകത്തും ഒക്കെ ഹാപ്പിയാണ്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലേ ഇസ്രായേലികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വരികയാണ്. യാ കലീം അല്ലാഹ്, നിങ്ങൾ പടച്ചോനായിട്ട് മുനാജാത്ത് നടത്തുമ്പോൾ
ഒരു കാര്യം ചോദിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ ചോദിക്കേണ്ടത്? ഗസാലി ഇമാം പറയും, എന്താ ചോദിക്കേണ്ടത്? ഒന്നുമില്ല, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമല് പറഞ്ഞു തന്നാൽ മതി, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തോളാം. അങ്ങനെ ഒരു അമല് പറഞ്ഞു തരാൻ പറയണം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, യാ റബ്ബി ഖദ് സഅൽത മാ ഖാലു. ഈ മനുഷ്യന്മാര് പറഞ്ഞ സംഗതി ആര് ചോദിച്ചു? മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു. ഔഹല്ലാഹു ഇലാ മൂസ, മൂസാ നബിയിലേക്ക് അള്ളാഹു വഹി ഇറക്കി. മൂസ വേറൊന്നും ചെയ്യണ്ട, എന്നെയും എന്റെ പ്രവർത്തികളെയും അങ്ങ് തൃപ്തിപ്പെട്ടാൽ മതി, ഞാൻ അവരെ അങ്ങ് പ്രണയിച്ച് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങ് ചേർത്ത് പിടിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്താ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്? എന്നെയും എന്റെ, നിങ്ങൾ പറയണില്ലല്ലോ, എന്നെയും എന്റെ പ്രവൃത്തിയെയും. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയേ, കെട്ടിയോൻ ചെയ്യണ കാര്യങ്ങളൊക്കെ കെട്ടിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടോ? ഉണ്ടാവോ? ഞാനൊരു സംഗതി പറഞ്ഞാൽ കേൾക്കൂല, ഞാനൊരു കാര്യം ചെയ്യും അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അവൾ ഇങ്ങനെ ചെയ്യും. ശണ്ടയുടെ കാരണം പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതല്ലേ ഈ പ്രശ്നത്തിന്റെ ഒക്കെ കാരണം. പരസ്പരം മനസ്സിലാക്കി നോക്കിയാൽ ആ കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? ഈ പ്രണയിനികൾ വന്നിട്ട് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, എന്നെ മനസ്സിലാക്കുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലമായുള്ളൂ, അപ്പോഴത്തേക്കും എന്റെ മനസ്സെന്താന്ന് ഇപ്പൊ പുള്ളിക്ക് അറിയാൻ പാടില്ല. എന്തേ? അണ്ടർസ്റ്റാൻഡിങ് പോയി. ഈ ഒരു പ്രണയബന്ധം ഞാനും ആരും തമ്മിൽ വേണം, എന്റെ റബ്ബും തമ്മിൽ വേണം. എന്റെ റബ്ബിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. എന്റെ റബ്ബ് എനിക്കിപ്പോ ഒരു രോഗം തന്നത് എന്നെ ഇടങ്ങേറാക്കാനല്ല. ഒരു പക്ഷേ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ എന്നെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ ദർശനം തരണമെങ്കിൽ എന്റെ കയ്യിൽ അമലൊന്നുമില്ല, അപ്പൊ എന്റെ ദറജ ഉയർത്തണം, അതിനു വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ രോഗം തന്നത്, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ദുനിയാവിൽ ആര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതെനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് പടച്ചോനെ, നീ തന്നതിൽ മുഴുവൻ എനിക്ക് സന്തോഷാണല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടോ, ഇത് ഇസ്രായേലികൾക്ക് പറഞ്ഞു കൊടുക്കാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി. മൂസാ നബി തന്നെ ഒരിക്കൽ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ദുല്ലനി അല അമലിൻ ഫീഹി റിളാക യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരു അമൽ എനിക്ക് പറഞ്ഞ പടച്ചോനെ, അതിൽ നിന്റെ തൃപ്തി വേണം. യാ മൂസ فإن رضاي في رضاك بقضائي فإن رضاي في رضاك بقضائي. എന്റെ തൃപ്തി എവിടെയാ? എന്റെ തൃപ്തിയിൽ നിങ്ങളുടെ സന്തോഷമാണ് എന്റെ തൃപ്തി. എന്റെ സന്തോഷം എന്ന് പറഞ്ഞാല് എന്റെ തൃപ്തിയിലുള്ള നിങ്ങളുടെ തൃപ്തിയാണ് എന്റെ തൃപ്തി. ആരാ പറയണേ? റബ്ബുൽ ആലമീൻ. എന്റെ തൃപ്തി എവിടെയാ? എന്റെ വിധിയിൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? എനിക്കിപ്പോ കുട്ടിയില്ല ഒരാള്, എന്റെ റബ്ബ് എനിക്ക് ചിലപ്പോൾ അതായിരിക്കും ഹൈറായിട്ട് വിധിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ആ കുഞ്ഞ് ജനിച്ചാൽ ചിലപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അബോർഷൻ കേസിലൊക്കെ പോയ ആളുകളെ കുറിച്ചല്ലേ, 2 കുട്ടികൾ അബോർട്ടായി പോയി. ഉസ്താദേ, അള്ളാഹ്ക്ക് എന്നെ വേണ്ടേ? മോളെ, നിന്നെ വേണ്ടതുകൊണ്ടാണ് പടച്ചോൻ അബോർട്ടാക്കിയത്. ചിലപ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് നിന്നെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന കുട്ടിയായിരിക്കും. നീ ചെയ്ത ഏതോ ഒരു നന്മ കൊണ്ടത് തട്ടിക്കളഞ്ഞു. അല്ല, നാളെ സ്വർഗലോകത്തേക്ക് വരുമ്പോ നിന്റെ അമലൊക്കെ കുറഞ്ഞതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ അവിടെ ആള് വേണ്ടേ? പടച്ചോൻ ഇവിടെ നിന്ന് എടുത്തതാ. 2 മോളെ നിനക്ക് ഗുണാണ്, നീ സങ്കടപ്പെടണ്ട. അല്ല എന്ത് ചെയ്താലും എനിക്ക്, നിങ്ങൾ പറയണില്ല, എനിക്ക് ഞാനൊരു കുദ്സിയായ ഹദീസ് പറഞ്ഞു തരട്ടെ, ശരിക്കും മനസ്സിലാക്കിക്കോട്ടോ. ശരിക്കും എന്ന് പറഞ്ഞാല് ഖൽബ് കൊണ്ട് മനസ്സിലാക്കണം, അല്ലാതെ അമൽ ചെയ്തിട്ട് കാര്യമില്ല. അനല്ലാ, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹുണ്ട്, ഒരു ഇലാഹു ഉണ്ടാകാൻ പാടില്ല, അല്ലേ? മല്ലം യസ്ബിർ അലാ ബലാഇ. എടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം തന്നാല് ക്ഷമിക്കാത്ത മനുഷ്യന്മാരുണ്ടോ? ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഇടങ്ങേറ് തന്നാല് ക്ഷമിക്കാത്തവരുണ്ടോ? വമല്ലം യശ്കുർ നിഅമായി, ഞാൻ അനുഗ്രഹം തന്നാല് അവന്മാര് നന്ദിയും ചെയ്യൂല. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. ഞാൻ പ്രയാസപ്പെടുത്തിയാല് ക്ഷമിക്കുകയില്ല, ഞാൻ അനുഗ്രഹം കൊടുത്താല് നന്ദിയും ചെയ്യൂല. വലം യർള ബിഖളാഇ, ഞാൻ എന്തെങ്കിലും വിധിച്ചാല് തൃപ്തിപ്പെടുകയില്ല. അല്ലാഹു പറയാണ്, ഫൽയത്തഖിദ് റബ്ബൻ സിവാഇ, നിങ്ങൾ എന്നെ ആരാധിക്കണ്ട, വല്ല ഗുരുവായൂരപ്പനെ ആരാധിച്ചു, എന്നെ ആരാധിക്കണ്ട, വേറെ റബ്ബിനെ തേടിക്കോ. അല്ലാഹു റബ്ബുൽ ആലമീൻ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കാൻ അല്ലാഹു പറയാണ്, കുദ്ദീസ് എന്താ പറയണത്? എന്റെ വിധിയെ നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ? ഞാൻ ഒരു പ്രയാസം തരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണില്ല മക്കളെ, ഞാൻ അനുഗ്രഹം തരുമ്പോൾ നന്ദി കാണിക്കണില്ലേ? എങ്കിൽ എന്നെ ആരാധിക്കണ്ട, വേറെ ഇലാഹിനെ ആരാധിച്ചോ, എന്നെ നോക്കണ്ട, വല്ല ഗുരുവായൂരപ്പനെ ആരാധിച്ചോ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ വിട്ടേക്ക് പൊയ്ക്കോ. ചില ഘട്ടങ്ങളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാരും വലിയ ഡയലോഗ് ഉണ്ടാവാറില്ലേ?
എന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ് നിന്നോട്. എന്ന് മുതൽ പറയണയാണ് ഞാൻ. ഒരു വാക്ക് അനുസരിക്കണില്ല. എന്നെ വിട്ടുണ്ട് വേറെ എന്നെ കൂടെ വയ്ക്കും, ഇവിടെ കണ്ട വയ്ക്കും, അങ്ങനെ നമ്മൾ എന്തെങ്ങനെ പറയാൻ കാരണം പറഞ്ഞവരുണ്ടോ? പുറത്തു പറയണ്ട, കൽബിൽ പറഞ്ഞാൽ മതി. എന്തെങ്ങനെ പറയാനുണ്ടായ സാഹചര്യം? അവൾ ആരാണ്? അവൾ ആരാണ്? നിന്റെ പ്രിയപ്പെട്ടവളാണ്. അവൾ എങ്ങനെ ആകണം എന്നാ നീ ആഗ്രഹിക്കണേ? നിന്റെ തൃപ്തിക്കനുസരിച്ച്. നിന്റെ തൃപ്തി ഒന്നും വകവെക്കാത്തവളാണെങ്കിൽ അവൾ കൂടെ ജീവിക്കണമെന്ന് നീ ഇഷ്ടപ്പെടുവോ? എല്ലാം തരുന്ന റബ്ബ് പറയണം, ഞാനിതൊക്കെ തരുന്ന എന്നെ നിനക്ക് തൃപ്തിയില്ലേ, നീ വേറെ ആരെങ്കിലും ആരാധിച്ചു, എന്റെ അടുത്ത് കണ്ട. ആ ഒരു വൈകാരിക തലം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പഠിച്ചോന്റെ ഒരു വർത്താനം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളൊരു ഖുദ്സിയ ഹദീസ് വീണ്ടും പറയുന്നുണ്ട്. അല്ലാഹ് പറയാ, ഫമൻ റളിയ ഫലഹുർ റിളാ മിന്നി ഹത്താ യൽഖാനി. ഞാൻ കൊടുത്തത് തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ എന്നെ കാണുന്നത് വരെ എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണുന്നവരെ എവിടെ? അപ്പൊ ദുനിയാവിൽ അവന് സന്തോഷം. ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും, പട്ടിണിയായിരിക്കും, എന്തായാലും മനസ്സിൽ സങ്കടം ഉണ്ടാവോ? ഞാൻ മുമ്പ് നിങ്ങളൊരു അബ്ദുക്കാടെ കഥ പറഞ്ഞില്ലേ, പാലക്കാട്ടുകാരനായ 5 പെമ്മക്കളുള്ളൊരു മനുഷ്യന്റെ കഥ. ക്യാൻസർ വന്നെല്ലാം കഴിഞ്ഞിട്ടും കറുകറുത്ത പെമ്മക്കളാണ്, ആരും കെട്ടിക്കൊണ്ടുപോകണില്ല. ഇല്ലേ, നമ്മുടെയൊക്കെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടുത്ത് വെളുത്തിരിക്കണമല്ലോ, ആർക്കും വേണ്ട. ആ മനുഷ്യൻ ഈ മക്കളെ കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് മരിച്ചു പോണ്. ആ മരിക്കുന്നതിന് മുമ്പ് ക്യാൻസറാണെന്നറിഞ്ഞ്, ലങ് ക്യാൻസർ ആണെന്നറിഞ്ഞ്, കിഡ്നി തകരാറിലാണെന്നറിഞ്ഞൊക്കെ കിടക്കണ സമയത്ത് എൻ്റെ ഉസ്താദ് കാണാൻ പോകുന്നുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. എന്തോ ഉസ്താദ് സന്തോഷമല്ലേ? ലങ് ക്യാൻസർ, കിഡ്നി തകരാറിലായി, എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ പറയണെന്താ? അൽഹംദുലില്ലാ, സന്തോഷമാണ്. മക്കളെ ഒന്നും കെട്ടിച്ചിട്ടില്ല. ഈ മനുഷ്യൻ മരിച്ചു. മരിച്ചു കഴിഞ്ഞ് 1-2 കൊല്ലത്തിനുള്ളിൽ ഈ മക്കളുടെ മുഴുവൻ കല്യാണം കഴിയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഖളാഇന്റെ ആ ഒരു പ്ലാൻ എന്താന്ന് നമുക്ക് മനസ്സിലാവോ? മനസ്സിലാവൂല. അവിടെ തൃപ്തിപ്പെട്ട് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ അടിമയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്റെ പടച്ചോൻ എനിക്ക് ഗുണമില്ലാത്തത് തരൂല, എന്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അത് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ്. ഇവനാണ് അടിമ സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹ് വിധിച്ചത് നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടോ? എന്നെ കാണുന്നത് വരെ എനിക്ക് അവരെ തൃപ്തിയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വമൻ സഖിത ഫലഹു സഖ്തു മിന്നി ഹത്താ യൽഖാനി. ഞാൻ ഒരു സംഗതി കൊടുത്തപ്പോ അവന് പൊറുതികേടാണ്, അവന് ഇടങ്ങേറാണ്, ഞാൻ അവനെ വെറുക്കും. എന്നെ കണ്ടുമുട്ടുന്നത് വരെ ഞാനും വെറുക്കും. അള്ളാഹ് പറയുന്നതായി സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മളന്ന് പറഞ്ഞില്ലേ, ഖലഖ്തുൽ ഖൈറ വശർറ. ഞാനാണ് നന്മയും തിന്മയും. ഞാനാണ്. നമ്മുടെ വിചാരം എന്താ? നന്മയൊക്കെ പടച്ചോനിൽ നിന്നും തിന്മയൊക്കെ ഏതാണ്ട് ഇടങ്ങേറുണ്ട്, ശൈത്താന്റെ ഏതാണ്ട് ഇടങ്ങേറാണ്. അല്ലാന്ന് പറയണില്ല. ഈ ശൈത്താനെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണത് ആരാണ്? നമ്മൾ അള്ളാനെ മറക്കാണ് പലപ്പോഴും. എല്ലാം സിഹറാണോ? എല്ലാം കണ്ണേറാണോ? അല്ലാത്ത പരീക്ഷണവും നമുക്ക് വരൂലേ? നമ്മളിങ്ങനെ സിഹർ ചെയ്ത് നശിപ്പിക്കാനായിട്ട് ആരാണ് മക്കളിരിക്കണത്? ചിന്തിച്ചു. നമ്മളോട് ആർക്ക് ദേഷ്യം? ഇതിനും മാത്രം സിഹറും കണ്ണേറും ഒക്കെ ഇങ്ങനെ ഇട്ട് തരാനായിട്ട്. ഇതല്ലാത്ത പരീക്ഷണമൊന്നും നമുക്ക് വരൂലേ? വരും. എല്ലാം കൊണ്ടുപോയി സിഹറിൽ വെച്ചു കൊടുക്കണ്ട. എന്നാ സിഹർ ഇല്ല എന്ന് പറയാൻ പാടുണ്ടോ? പറ്റൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാ, ഫതൂബാ ലിമൻ ഖലഖ്തുഹു ലിൽ ഖൈർ. ചില ആളുകൾക്ക് ഖൈറും ഷർറും ഒക്കെ ഖൈറാണ്. ചിലർക്ക് ഖൈറും ഷർറും ഒക്കെ ഖൈറാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് അയാൾക്ക് ഖൈറാണ്. എപ്പോ? അവൻ പടച്ചവനോട് തൗബ ചെയ്താൽ. കള്ളുകുടിയനാണ്, അവൻ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ കള്ളുകുടി എന്ന തെറ്റിനെ മാറ്റിമറിച്ചിട്ട് അവിടെ അള്ളാഹ് നിസ്കാരം എഴുതി കൊടുക്കും. അപ്പൊ ഒരു ഗുണല്ലേ? അവർക്കാണ് സന്തോഷമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. എന്ന ഒരു വിഭാഗമുണ്ട്, ഫവൈലുൻ സുമ്മ വൈലുൻ. നാശം, നാശം, പിന്നെയും നാശം. അവരാരാണ്? അവര് ലിമയ്യഖൂലു ലിമ വകൈഫ. പടച്ചോനൊരു പരീക്ഷണം കൊടുക്കുമ്പോഴേ, എന്തിനാണ് പടച്ചോനെ, ഞാനിപ്പോ എന്ത് ചെയ്തിട്ടല്ല എന്നെ എങ്ങനെ ആക്കിയത്? ഇങ്ങനെ പറയുന്നോന് നാശം, നാശം, നാശം. സയ്യിദുനാ റസൂലുള്ളാഹ്. ആലോചിക്കുക, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് ഇപ്പൊ പെട്ടിട്ടുള്ളത്? ഒരു പരീക്ഷണം കിട്ടുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത്രയൊക്കെ ഞാൻ എന്തോരം തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഞാൻ എന്തോരം സ്വതക്ക കൊടുക്കുന്നുണ്ട്, എന്തോരം പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കുന്നുണ്ട്, എന്നിട്ടും പടച്ചോനെ ഇങ്ങനെ ആക്കിയില്ലേ? ഇവർക്ക് വൈലുൻ ഫവൈലുൻ, വൈലുൻ സുമ്മ വൈലുൻ. നാശം, പിന്നെയും നാശം. അള്ളാഹ് പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹ്.
ഒരിക്കലും നമ്മുടെ വായിന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാൻ പാടുണ്ടോ ഇർഫു? സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതായത് നബിമാർക്ക് ചില സംഗതികളൊക്കെ ഇതുപോലെ അള്ളാഹ് കൊടുക്കണ എന്തിനാ? നമ്മളെ പഠിപ്പിക്കാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ് എല്ലാം കൊടുത്തു. നബിമാർക്ക് മറവി ഉണ്ടാകാൻ പറ്റുമോ? കാരണം മറവി ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹ് കൊടുക്കുന്ന സംഗതി അതേപടി നമ്മളിലേക്ക് എത്തിക്കേണ്ടവരാണ് അല്ലേ? പക്ഷെ റസൂലുള്ളാഹിക്ക് അള്ളാഹ് മറവി കൊടുത്തു. എടുക്ക്. എന്തിനാ? ഒരു മനുഷ്യൻ മറന്നാൽ അവൻ എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ. നിസ്കാരത്തിൽ ഒരാൾ മറന്നുപോയാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചില സമയത്ത് ആർക്ക് മറവി കൊടുത്തു? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതുപോലെ ചില പ്രവാചകന്മാർക്ക് ചില സമയത്ത് ഒരു പിടുത്തം വിട്ടിട്ടുണ്ട്. യൂനുസ് നബി ദേഷ്യം കയറിയിട്ട് ആ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി. അള്ളാഹിനോട് ചോദിച്ചിട്ടാണോ? അള്ളാഹിന്റെ തൃപ്തി എന്തായിരുന്നു? അവിടെ നിന്നോളണം. യൂനുസ് നബി പോയത് മനസ്സിൽ ആർക്ക് വേണ്ടിയെന്ന് എഴുതിയിട്ടാ? അള്ളാഹ് എന്നെ കൊണ്ട് പറ്റൂല ഈ കാഫിര്യങ്ങളുടെ ഇടയിൽ കിടക്കാൻ, ഞാൻ പോയിടുന്ന. പക്ഷെ അത് അള്ളാഹ്ക്ക് ഇഷ്ടമായിരുന്നോ? ഉടനെ പണി കിട്ടി ഇല്ലേ? എന്നതുപോലെ ചില സംഗതികളൊക്കെ നടക്കും. ഇപ്പോ ബനു ഇസ്രായേലിലെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ദുആ ഉണ്ട്. ശക്കാ ഇലല്ലാഹി തആല അൽ ജൂഅ വൽ ഫഖറ വൽ ഖുമ്മല 10 സിനീൻ. 3 കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും പരാതിയാണ് പടച്ചവനോട്. അൽ ജൂഅ പട്ടിണിയായിരുന്നു, വിശന്നിട്ടാണ്, വിശപ്പൊന്ന് മാറ്റിത്തരണേ. വൽ ഫഖറ ദാരിദ്ര്യം. വൽ ഖുമ്മൽ, ഖുമ്മൽ എന്ന് പറഞ്ഞാൽ പേൻ. അള്ളാഹ് ബനു ഇസ്രായേലികളെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. തവളയെ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് പേൻ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തെ. അപ്പൊ ഈ പേനിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് ഈ നബി ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കൊല്ലം? 10 കൊല്ലം. ഫമാ ഉജീബ ഇലാ മാ അറാദ. അള്ളാഹ് ഉത്തരം കൊടുത്തോ? 10 കൊല്ലം ചോദിച്ചിട്ട് ഉത്തരം കൊടുത്തിട്ടില്ല. അങ്ങനെ കുറെ നാൾ, കറക്റ്റ് 10 കൊല്ലം തികഞ്ഞപ്പോ സുമ്മ ഔഹാ ഇലൈഹി, അള്ളാഹ് വഹി ഇറക്കാൻ. കം തശ്കൂ ഹാകദ. ഇതെന്തൂട്ട് പരാതിയാണ് ഈ പറയണത്? ഇതെന്തു പരാതിയാണ് ഈ പറയണത്? ഞാനൊരു സംഗതി തന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആരാ ചോദിക്കണത്? നിങ്ങളുടെ വിഷയത്തിൽ ഈ ലോകം പടക്കണതിന് മുമ്പ് കിതാബിൽ എഴുതിയ സംഗതിയാണ് ഈ നടക്കുന്നത്. അത് മാറ്റാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണ, പരാതി പറയണ. ഇനി ഈ പരാതി എങ്ങാനും പറഞ്ഞാൽ ആ നബിമാരുടെ പട്ടിക പേരങ്ങ് ഞാൻ വെട്ടിക്കളയും. അള്ള ഒരു സംഗതി തരുമ്പോ അതിനകത്ത് ഉസ്താദെ ദ്വാരക്കണ്ടേ, നമ്മൾ മരുന്ന് മേടിക്കണ്ടേ, ഒക്കെ വേണം. പക്ഷെ കൽബിൽ കുറ്റപ്പെടുത്തൽ ഉണ്ടാകാൻ പാടുണ്ടോ? പരാതി വരാൻ പാടുണ്ടോ? ഇനി ആ പരാതി പറഞ്ഞാല് നബിമാരുടെ പട്ടികയിൽ നിന്ന് മിൻ ദീവാനിൻ നുബുവ, നബിമാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയൂട്ടോ, മിണ്ടിപ്പോകരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇത് അത്രമേൽ ബന്ധമുള്ളവരോടെ പടച്ചോൻ ഇങ്ങനെ വർത്താനം പറയുള്ളൂ. നമ്മളോടൊന്നും ഇങ്ങനത്തെ ഇടപെടലുകൾ ഇല്ലാത്തത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം റമദാനിൽ പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ദുആഇന് ഉത്തരം കൊടുക്കോ കൊടുക്കാതിരിക്കോ? നിങ്ങൾ പറയണില്ല. ദുആഇന് ഉത്തരം പെട്ടെന്ന് കൊടുക്കോ പെട്ടെന്ന് കൊടുക്കാതിരിക്കോ? ഇപ്പോ നമ്മുടെ വീടിന്റെ അയൽവക്കത്തൊരു മനുഷ്യനുണ്ട്. വാ തുറന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു 2-3 മണിക്കൂർ പോക്കാണ്, ഭയങ്കര ശല്യമാണ്. അയാൾ പോടി വന്നുകൊണ്ട് വാബിസാനോട് പറയണു, വാബിസാൻ ഒരു 500 രൂപ മറിക്കാനുണ്ടാവോ? സംഗതി മൂപ്പർക്കപ്പൊ കൊടുക്കണമെന്നില്ല. പക്ഷെ ഇയാള് അവിടെ നിന്ന് എന്ത് ചെയ്യും? വർത്താനം പറഞ്ഞു കൊല്ലും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇന്നതെ പിടിച്ചോ, വേം പൊയ്ക്കോ, എന്നാ പിടിച്ചോ, കൊണ്ടേക്ക്, എന്താന്ന് വെച്ചാൽ വേം ചെയ്തു, ഓടിച്ചു വിടും. എന്നാൽ വാബിസാൻ ഇഷ്ടമുള്ള ഒരാള്, മൂപ്പരെ ഭയങ്കര മഹബത്തുള്ള ഒരാള്, വേണ്ട മൂപ്പരെ കെട്ടിയോള് അല്ലേ? ഇർഫോന് ചിരി വന്നുണ്ടോ? പക്ഷെ ചിരിക്കണില്ല. ഇല്ല, ഓട്ടെ. സജാദില്ലടാ. അപ്പോ മൂപ്പരോട് ചോദിക്കാണ്, ഇക്കാക്ക ഒരു 500 തന്നേ. മൂപ്പര് മൈൻഡ് ചെയ്യണില്ല. അവർ 500 ഇങ്ങോട്ട് താന്ന് പെടുന്ന അത്യാവശ്യം ഉണ്ടോ? മനുഷ്യൻ മൈൻഡ് ചെയ്യണില്ല. എന്താ മൈൻഡ് ചെയ്യാത്തത്? നിങ്ങൾ പറയണില്ല. എന്താ അവളെ പറയണക്കെ? അങ്ങനെങ്കിലും എൻ്റെ അടുത്ത് ഇച്ചിരി ഇരിക്കടി. നീയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നൂല. പൈസ ചോദിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഇത്തിരി ഇരിക്ക്. നിന്റെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ആ ചോദിച്ചാൽ മാത്രം പോരാ, എന്നൊന്ന് ചേർത്ത് ഇങ്ങോട്ട് പിടിക്ക്. എന്നിട്ടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് 500 താന്ന് ചോദിക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ?
ഒരു ഡിലേ വന്നെ എന്തുകൊണ്ടാ എന്നതുപോലെ ചോദിക്കുന്നത് ഉടൻ കിട്ടൽ വലിയ കാര്യമൊന്നുമില്ല. നിരന്തരം ചോദ്യത്തിന് മറുപടി കൊടുക്കാതിരിക്കലാണ് സ്നേഹത്തിന്റെ അടയാളം. അള്ളാഹു റബ്ബുൽ ആലമീൻ നിരന്തരം അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ്ക്ക് അത് കാണൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ എൻ്റെ അടിമയാകാണ്, എൻ്റെ അടിമ. എന്നാൽ ചില മുഖറബുകളുണ്ട്, അത് നമ്മൾ മസ്താന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, ആ വിഷയം ഇനി ടച്ച് ചെയ്യുന്നില്ല, ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ചില അടിമകളുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അപ്പൊ അല്ല എന്ത് തന്നോ അതിൽ എന്ത് ചെയ്യണം? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ചരിത്രമുണ്ട്. ആദം നബിയെ അള്ളാഹു പടച്ചത് എവിടെ? സ്വർഗത്തിലാ. ഭൂമിയിലേക്ക് വന്നു, തൗബയൊക്കെ ചെയ്തു, പിന്നെ കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ആയപ്പോ ചില ചെറിയ കുട്ടികൾ ആദം നബിയുടെ മേത്തിങ്ങനെ ഏണിയിൽ പിടിച്ച് കയറുന്ന പോലെ കയറാൻ തുടങ്ങി. കുറച്ചേയും പൂർണ്ണ് താഴ്ത്തിറങ്ങാൻ തുടങ്ങി. ആദം നബി ഇങ്ങനെ താഴ്ത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, മിണ്ടണില്ല. കുറെ പേര് മേലെ കയറും, കുറെ പേര് താഴെ ഇറങ്ങും. അങ്ങനെ അവര് ആദം നബിയുടെ മേലെ കയറും, താഴെ ഇറങ്ങും, ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോ ഫഖാല ലഹു ബഅദു ഔലാദി, ഇച്ചിരി മൂത്ത കുട്ടികളിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, അല്ല വാപ്പ നിങ്ങളിത് കാണുന്നില്ലേ? ഈ പിള്ളേർ ഇങ്ങനെ കാണിക്കുമ്പോ അവരോട് മാറിക്കാൻ പറഞ്ഞൂടെ, ഇടങ്ങേറാക്കല്ലേ എന്ന് പറഞ്ഞൂടെ? അപ്പൊ ആദം നബി പറയുന്നുണ്ട്, യാ ബുനയ്യ ലഖദ് റഅയ്തു മാ ലം തറൗ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ ഒരു വിധിയിൽ നിന്ന് അല്പമൊന്ന് തെറ്റിയപ്പോ എന്റെ റബ്ബ് ഏറ്റവും നല്ല ലോകത്ത് നിന്ന് ഈ ദുനിയാവിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ഇനി അവന്റെ വിധിയിൽ നിന്ന് മാറി നിൽക്കാൻ ഞാനില്ല. അവൻ വിധിക്കുന്നത് പിള്ളേര് കളിക്കട്ടെ എന്നാണെങ്കിൽ ഞാനിങ്ങനെ നിൽക്കല് തന്നെ സയ്യിദുനാ ആദം. അതിൽ ഞാൻ ആസ്വാദനം കണ്ടെത്തുന്നുണ്ട്. പിള്ളേര് കളിച്ചോട്ടെ, അവന്റെ വിധി ഇപ്പൊ ഇങ്ങനെ നിൽക്കലാണ്, ഞാൻ നിൽക്കുകയാണ്. ആ മക്കാമിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. അള്ളാഹിനോട് മഹബത്തില്ലാത്തവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇനി വേണ്ടോ, നമ്മുടെ ഈ ഭാര്യ മക്കള് ബന്ധങ്ങൾ തന്നെയാണെങ്കിലും എല്ലാവരും 100% പെർഫെക്റ്റ് ആണോ? ചിരി ദേഷ്യം പിടിക്കണ ഭാര്യയൊക്കെ ആണെങ്കിൽ ഇടക്കിടക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്നതോടൊപ്പം അതിനെ അംഗീകരിക്കലാണ് അള്ളാഹിന്റെ ഖലാഇനെ, അല്ലേ? ആയിഷ ബീവിക്ക് ഇടയ്ക്ക് ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു, നമ്മളാ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഭാര്യയായ സഫിയ ബീവി ഒരു കുട്ടിയുടെ ഇടയിൽ പായസം കൊടുത്തു വിടുന്നത്. ആയിഷ ബീവി ഓടി വന്നിട്ട് ഒരൊറ്റ തട്ടം കൊടുത്തു, ആരുടെ മുമ്പിൽ വെച്ച്. നമ്മളാണെങ്കിൽ എന്താ സംഭവിക്കുക? പായസം 3 പാതി കൊടുക്കേണ്ടി വരും, അല്ലേ? ആ റസൂലുള്ള അവിടെ ആയിഷ ബീവിയെ കുറ്റപ്പെടുത്തിയോ? കാര്യമില്ല. അങ്ങനെ അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പെണ്ണിന്റെ വാരിയൽ വളഞ്ഞതാണ്, നിങ്ങളത് പിടിച്ചൊറ്റടിക്ക് നേരെയാക്കാൻ നോക്കരുത്, ഒടിഞ്ഞു പോകും. മുഹമ്മദ് റസൂലുള്ളാഹ് ഇന്ന് ഒരുപാട് വളച്ചും കൊണ്ടുവരുത്, അതങ്ങനെ അങ്ങോട്ട് വളഞ്ഞില്ലാണ്ടായിപ്പോ. അതിനെ വല്ല ഭംഗിയിൽ കൈകാര്യം ചെയ്യണം, അതൊരു കഴിവാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ കഴിവ് കാണിച്ചു തരാണ്. അവിടെ നിന്ന് താഴെ ഇരുന്നിട്ട് സ്വന്തം കൈ കൊണ്ട് അത് മുഴുവൻ അങ്ങ് വൃത്തിയാക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് ആ കുഞ്ഞിനോട് പറയാ, പിന്നെ ഉമ്മാക്ക് ഇന്ന് ഇത്തിരി ചൂട് കൂടുതലാട്ടോ, കാര്യാക്കണ്ട, പോയിക്കോ. സയ്യിദുനാ റസൂലുള്ളാഹ് 10 കൊല്ലം റസൂലുള്ളാഹിന്റെ അടുക്കൽ സേവനം ചെയ്തൊരു കുട്ടിയുണ്ട്, പേരെന്താ? അനസ് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം സേവനം ചെയ്തിട്ട് ഛേ എന്ന വാക്ക് പോലും റസൂലുള്ളാഹ് കുട്ടിയോട് പറഞ്ഞിട്ടില്ല, അനസിനോട് പറഞ്ഞിട്ടില്ല റളിയല്ലാഹു അൻഹു. 10 കൊല്ലം സേവനം ചെയ്യണ ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് കുരുത്തക്കേടൊന്നും ഉണ്ടാവൂലേ? അങ്ങനെ സംഭവിക്കുമ്പോഴും അതെന്റെ റബ്ബിന്റെ വിധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഛേ എന്ന് പോലും പറഞ്ഞില്ല. ആര്? റസൂലുള്ളാഹിന്റെ ഭാര്യമാരടക്കം അനസിനോട് ദേഷ്യം പിടിക്കും, അനസേ അങ്ങനെ ചെയ്യലട. അപ്പൊ റസൂലുള്ളാഹി പറയും, ദഊഹു, വിട്ടേക്ക്. ലൗ ഖുദിഅ ശൈഉൻ ലകാന, പടച്ചോൻ വിധിച്ചത് നടക്കും. ഇപ്പോ മരുമോക്കടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയെന്ന് വെക്ക, വീട്ടിൽ എന്ത് നടക്കും? എന്തു പറയും അമ്മായിയമ്മ? തുടങ്ങിയവള് വന്നപ്പോ മുതൽ എത്ര ഗ്ലാസ്സാ പൊട്ടി. ആ പുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കണം, പൈസ കൊണ്ട് പിടിച്ച ഗ്ലാസ്സാണ്. എടാ, ആരെങ്കിലും ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കോ മനഃപൂർവ്വം? അതങ്ങനെ വീഴൽ ആരുടെ കല ആണ്? ആ ഗ്ലാസ് അങ്ങ് വീണ് പൊട്ടി എല്ലാം കഴിഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇനിയിപ്പം അങ്ങോട്ട് പോട്ടെ. അതല്ല, എന്റെ റബ്ബിന്റെ വിധിയാണത് പൊട്ടണം എന്നുള്ളത്. അൽഹംദുലില്ലാ എന്നങ്ങ് പറഞ്ഞേക്കണം, അവിടെ ബഹളം ഉണ്ടാക്കല്ല വേണ്ടത്. നമ്മൾ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഒരു പൂച്ച ഒന്നൊരു ചാള കടിച്ചോണ്ട് പോയി. ബാക്കിൽ കത്തിയെടുത്തെറിഞ്ഞ് ആ പൂച്ചേനെ കൊണ്ട് ഛർദ്ദിപ്പിച്ചിട്ടാണ് വിട്ടത് നമ്മൾ. അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ പൂച്ച ആർക്കുള്ളതാണ്? അല്ല, ആ മീൻ ആർക്കുള്ളതാണ്?
അതുകൊണ്ട് നിന്നവിടെ അല്ല തിരിച്ചതാണ്. ആ പൂച്ച കൊണ്ടുപോയി. അത് റബ്ബിന്റെ കഥ. അവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിക്കലാണ്. അല്ലാണ്ട് അങ്ങനെ തിന്നാൻ ഞാൻ വിടൂലടാ. അതല്ല അള്ളാഹു എന്ത് വിധിക്കുന്നോ അവിടെ തൃപ്തിപ്പെട്ട് നിൽക്കുന്നവനാണ് എൻ്റെ മുഹിബ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവ്വലു മയ്യുദ്ആ ഇലൽ ജന്ന, നാളെ ഖിയാമത്ത് നാളില് സ്വർഗത്തിലേക്ക് അംബിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ആദ്യം കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണ്? അല്ലദീന യഹ്മദൂനല്ലാഹ അലാ കുല്ലി ഹാൽ, ഏത് ഘട്ടത്തിലും ഹംദ് പറഞ്ഞവർ. ഏത് ഘട്ടത്തിലും. ഇക്കൂട്ടത്തിലിരിക്കുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം മനസ്സിൽ ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ സംഗതി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു കൊല്ലമായ വാക്ക് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ആ സഹോദരൻ, ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ അങ്ങനെ മാറ്റം ഉണ്ടാക്കണം. അങ്ങനെ മാറാൻ ഒരു മനുഷ്യന് പറ്റണുണ്ടെങ്കിൽ അവന് വല്ല ടെൻഷൻ ഉണ്ടാവുമോ? എന്റെ റബ്ബ് എന്ത് വിധിച്ചാലും എനിക്ക് ഗുണമാണ്, ഇതെന്റെ റബ്ബിന്റെ വിധിയാണെന്ന് തിരിച്ചറിഞ്ഞ് കുറ്റപ്പെടുത്താതെ ബഹളങ്ങൾ ഉണ്ടാക്കാതെ അവന്റെ അടിമയായിട്ടൊന്ന് നിന്ന് നോക്കിയേ, അവന് സന്തോഷം. അവനാണ് ലൈലത്തുൽ ഖദ്ർ കിട്ടുക. അവൻ ചൊല്ലണം ഏത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, നീയാണ് മാപ്പ് നൽകുന്നവൻ. തുഹിബ്ബുൽ അഫ്വ, എനിക്ക് പുറത്തു തരുന്നതിനെ ഇഷ്ടപ്പെടുന്നവനും നീയാണ്. നീ മാത്രം എനിക്ക് പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നവനുള്ളൂ. എന്തെല്ലാം തോന്നിയാസം ഞാൻ ചെയ്തു കൂട്ടിട്ടുണ്ടല്ല. ഫഅഫു അന്നീ, എനിക്ക് പുറത്തു തരണേ റബ്ബേ. ധാരാളം ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പാപമോചനം സിദ്ധിച്ച മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം ഇന്ന് മുതൽ ഒരു സംഗതി, നമ്മുടെ ഒരു ലൈഫിൽ ഒരു മാറ്റം. എൻ്റെ റബ്ബേ, എൻ്റെ ലൈഫിൽ എന്ത് ഇനി ഉണ്ടെങ്കിലും ഞാൻ അതിൽ തൃപ്തിപ്പെടുവല്ല. ഞാൻ ബഹളം ഉണ്ടാക്കൂല, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തൂല. പക്ഷേ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. നമ്മളൊക്കെ ഈമാനിൽ ദുർബലരാണല്ലേ. ഈമാൻ കുറച്ചുള്ളൂ, നമുക്ക് ഒരുപാട് ഈമാനൊന്നുമില്ല. അത് നമ്മളെക്കാളേറെ ആർക്കറിയാം. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് ആര് തരൂല? തരൂല. എപ്പോഴും ആ ദുആ ഉണ്ടാകണം. എന്നിട്ട് അള്ളാന്റെ അടിമയായി മാറാൻ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ പൊട്ടിപ്പോകുന്നത് പോലെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതിയാണ്. പടച്ചോനെ, ഞാൻ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് നിന്നെക്കുറിച്ച് എൻ്റെ കൽബിൽ കൊണ്ടുവന്നിരുന്നത്, ഇല്ലേ? നമ്മൾ ഓരോരുത്തരും സമ്പത്തൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ കച്ചവടം പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ അള്ളാനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അറിയാതെയാണെങ്കിലും. എന്നോട് എന്തിനാ പടച്ചോനെ ഇങ്ങനെ ചെയ്തത്, അല്ലേ? നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ പടച്ചോൻ എന്തിനാണ് ഇപ്പം നീ, അല്ലേ? നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ എന്തിനാ അല്ല എന്നെ ഇങ്ങനെ ഇട്ട് അടങ്ങാറാക്കണത്? എടാ, അങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എൻ്റെ റബ്ബിൻ്റെ നിന്നാണ് എല്ലാം. നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയോടുകൂടെ അള്ളാഹിൻ്റെ മുമ്പിൽ എന്തൊക്കെ ദിക്ർ ഏത് മൊയ്ലിയാർ പറഞ്ഞത് ചൊല്ലിയാലും അള്ളാഹ്ക്കത് വേണ്ട. അത് മൈൻഡ് ചെയ്യൂല റബ്ബുൽ ആലമീൻ, മൈൻഡ് ചെയ്യൂല. റബ്ബിനെ കുറിച്ച് നിങ്ങൾ മോശം വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ കുറേ സുബ്ഹാനല്ലാഹ് ഒരു കാര്യം അതിനില്ലടാ. ആദ്യം നിങ്ങൾ കൽബിൽ കൊണ്ടുവരേണ്ട മന്ത്രം എന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം. പടച്ചോനെ, നിന്നെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചു പോയല്ലാ. നീ എനിക്ക് തന്നതെല്ലാം എനിക്ക് ഗുണമാണെന്ന് തിരിച്ചറിയാതെ, എൻ്റെ കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ടായപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ കൽബ് കൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലാ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല അല്ലാ. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. നീ എനിക്ക് പുറത്തു തന്നില്ല എങ്കിൽ എൻ്റെ എല്ലാ അമലും നിഷ്ഫലമാണല്ലോ അല്ലാ. നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ തമ്പുരാനെ. ആ ബോധ്യമല്ലാണ്ട് വേറൊരു ബോധ്യമല്ല. മനസ്സിലായോ? ആ മന്ത്രമാണ് കൽബിൽ വേണ്ടത്. ഏത് മന്ത്രം? ഇസ്തിഗ്ഫാർ എന്ന മന്ത്രം. എന്നിട്ട് നമ്മൾ വായ കൊണ്ട് ചൊല്ലേണ്ട ഒരു അത്ഭുത ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ഇന്നത്തെ രാത്രി ഈ ദിക്ർ ചൊല്ലിയാൽ അൽഹംദുലില്ലാ, അത് മതിയിടോ, അത് മതി. എല്ലാത്തിനും തികയും, ഇല്ലേ? എല്ലാത്തിനും മതിയാകുന്ന ഒരു അത്ഭുത ദിക്ർ. ഏതായാലും ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം കിട്ടാൻ മുത്തുനബി പഠിപ്പിച്ച ദിക്റുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് ധാരാളം ചൊല്ലുന്നതോടൊപ്പം മുത്തുനബി തങ്ങൾ തന്നെ പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറക്കരുത്. നമുക്കൊരു തവണ ഒന്ന് ചൊല്ലാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു
അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തൗബയുടെ മനസ്സോടുകൂടെ ഇസ്തിഗ്ഫാർ ചെയ്യാം. അതിലപ്പുറം ഒരു മഹാഭാഗ്യം നമുക്ക് വരാനില്ല. അപ്പോൾ എല്ലാവരും ആ ബോധ്യത്തിൽ തന്നെ ഈ ദിക്റുകൾ ചൊല്ലുക. മനസ്സിലേക്ക് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള മന്ത്രം കൊണ്ടുവരാം. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നത് പോലെ ചെയ്യാം. അള്ളാഹു കാരുണ്യവാനാണ്. അവനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കിയിട്ട് വേണം ലൈലത്തുൽ ഖദറിനെ സമീപിക്കാൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് നമുക്ക് ഒരുമിക്കണം. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന 27-ാം രാവാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയും കൂടെ നമുക്ക് കിട്ടണം. നമുക്ക് ഒരുമിച്ചിട്ട് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലാന്നേ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്ത് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ കരുണക്കടലായ റബ്ബുൽ ആലമീൻ പൂർത്തീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ഏറ്റവും കൂടുതൽ പ്രാമാണികമായി ലൈലത്തുൽ ഖദർ ഏത് രാവാണെന്നാണ് അല്ലേ? 27-ാം രാവാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, തനസ്സലുൽ മലായിക്കത്തു വറൂഹ്, മലക്കുകളും ഇറങ്ങി വരും, റൂഹും ഇറങ്ങി വരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് ആ റൂഹ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. കരുണക്കടലായ റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വലിയൊരു ദുആ ഒന്നുമില്ല, കാരണം ഇത്ര നേരം തന്നെ സമയമായിട്ടുണ്ടല്ലോ. നമുക്ക് ഇൻഷാ അല്ലാഹ് വൈകിട്ട് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആ മുറാദൊക്കെ ഹാസിലാക്കി തരട്ടെ. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ കിട്ടുന്ന മുത്തഖീങ്ങളിൽ കരുണക്കടലായ റബ്ബ് നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സങ്കടമുണ്ടോ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നീക്കി തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.